Sunshine and stadium lights, crowds loud, moving just right. മോനെ Helmets clash എങ്ങനെ under. ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഫുട്ബോൾ മാച്ചസ് ഒക്കെ? അടിപൊളി വീക്കെൻഡ് അല്ലായിരുന്നു? ഓക്കെ, ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള എനിക്ക് എടുത്തു പറയാനുള്ള മാച്ച്, ഐ ഫീൽ ദാറ്റ് വാസ് ദ ബെസ്റ്റ് മാച്ച്, അറ്റ്ലീസ്റ്റ് ഫ്രം മൈ പെർസ്പെക്റ്റീവ്. ഞാനൊരു ചെൽസി ഫാൻ ആയതുകൊണ്ടായിരിക്കാം. ചെൽസി മാൻ സിറ്റി വാസ് എൻ അമേസിംഗ് മാച്ച്. ഒന്നും ഉണ്ടായിട്ടില്ല, ഇറ്റ്സ് എ വെരി ന്യൂ ലുക്ക് ചെൽസി ടീം എഗെയിൻസ്റ്റ് മാൻ സിറ്റീസ് ബി ടീം തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ബട്ട് ഒബ്വിയസ്ലി മാൻ സിറ്റി ബീങ് മാൻ സിറ്റി വളരെ ബുദ്ധിമുട്ടാണ് അവരെ തോൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ചെൽസിന്റെ കുറേ പുതിയ പ്ലേയേഴ്സ്, പിന്നെ പുതിയ മാനേജർ. ഫസ്റ്റ് മാച്ച് ഫോർ ദം, ഇറ്റ് എൻഡഡ് ഇൻ എ ഡിഫീറ്റ്. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ദേ ടു ടേക്ക് ഫ്രം ദ പോസിറ്റീവ്സ് ആൻഡ് മൂവ് ഓൺ. പക്ഷേ മാൻ സിറ്റിനെ കുറിച്ചാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. ആ ഒരു ടീം ഇനി ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 5-6 ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് മിസ്സിങ് ആയിരുന്നു. എന്നിട്ട് പോലും ഓൾമോസ്റ്റ് ഒരു ബി ടീമിനെ വെച്ചിട്ട് ദേ മേഡ് ചെൽസി സ്വെറ്റ്. ഞാൻ ആ കളി ആദ്യം ഫുൾ ലൈവ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഹൈലൈറ്റ്സ് നോക്കിയപ്പോൾ എല്ലാ ഹൈലൈറ്റ്സിലും കാര്യമായിട്ട് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ മാൻ സിറ്റിയൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയ ആ എൻ്റെ ഒരു തിങ്കിങ് പോയിന്റ് എന്താ വെച്ചാൽ, ഈ പെപ്പിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വർഷങ്ങളായിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ. അതിലോട്ട് ആര് ഒരു പുതിയ പ്ലെയർ വരികയാണെങ്കിൽ പോലും അവർ ആ സിസ്റ്റത്തിലോട്ട് ജസ്റ്റ് ഹാവ് ടു ഫോളോ ദ സിസ്റ്റം, ദെൻ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് ദം. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാച്ച്. പിന്നെ ഇംഗ്ലണ്ടിലെ മെയിൻ എല്ലാ ടോപ്പ് 6 നമ്മുടെ യൂഷ്വൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ആർസനൽ, ആസ്റ്റൺ വില്ല, they all had good wins, which was good, so they all sitting on top of the ladder or the league. ഇത് പറയത്തൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കളി ഇപ്സ്വിച്ച് ടൗണിലാണ്. ദേ ഡിഡ് ഫാന്റാസ്റ്റിക്. അവർ ഒരു ന്യൂലി പ്രൊമോട്ടഡ് സൈഡാണ്. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ 22 years ആണ് ടോപ്പ് ഫ്ലൈറ്റ്, ഇംഗ്ലീഷ് ടോപ്പ് ഫ്ലൈറ്റ്, അതായത് പ്രീമിയർ ലീഗിൽ അവർ കളിക്കുന്നത്. പക്ഷേ ദേ ഡിഡ്ന്റ് ഷോ അതൊരു പുതിയ ടീം ലീഗിൽ കളിക്കാന്നില്ല ആ ഒരു അവർ കാണിച്ചില്ല. എന്താണ് പറയുക, അങ്ങനെ ഒരു മനോഭാവം കാണിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ലിവർപൂളിന് they actually Liverpool sweated out against Ipswich, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ലിവർപൂൾ ബീങ് ലിവർപൂൾ, they took their chances, then they killed the game. പക്ഷേ very good start for Ipswich. Kieran McKenna, great manager. I feel they will go a long way in this year's league. And I'm straight jumping into this week. What to look forward? Aicha, again, Premier League is my focus. I think there's a lot of things happening. There's so many transfer rumors. Conor Gallagher went to Atletico Madrid. Julian Alvarez from Man City also joined Atletico. That will be interesting how Atletico will fare. Last week, this week they have a good fight against Girona. Girona did very well. Girona also qualified for Champions League because they were in the top 4. So this is going to be a very interesting match. I'm very excited to at least watch the big highlights of that match. In the Premier League, this week again, I think Aston Villa versus Arsenal. They both finished on the top 4, second and fourth. And Aston Villa, I think they have acquired some good players. It's very interesting to see how that match will fare. എനിക്ക് തോന്നുന്നു Gunners have the edge. Gunners in the manager, Mikel Arteta versus their ex-manager. I don't know, എത്ര ആൾക്കാർക്ക് അറിയാം, Unai Emery, ഇപ്പോൾ ആസ്റ്റൺ വില്ലന്റെ മാനേജർ, used to be an Arsenal manager. And he didn't do well, or obviously the fans didn't like him at all. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, കളി അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആളെ കുറെ കളിയാക്കി. പക്ഷേ then he went to Spain, he won a lot of, I think he won some European Cups as well. Then he comes back last year and almost top 3, bottom 3 ഉണ്ടായിരുന്ന ആസ്റ്റൺ വില്ലനെ now he's put into the top 4. So it's going to be very interesting. Unai Emery back again at Emirates this year. Let's see how that match going to be. As I said, Gunners is my pick, but it could also end up in a draw. The other one is, I think, Brighton versus Manchester United. Manchester United they were lucky to win the last match. I'm still not convinced, Manchester United and the team. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് they're still a team in transition. They've been saying this for so many years now. I'm not sure how that's going to... Brighton, I saw their game. I think they scored like 4 goals at least. ഞാൻ പറയുന്ന കുറേ സ്റ്റാറ്റ്സ് ഒക്കെ ചിലപ്പം അത്ര അക്യുറേറ്റ് അല്ല, പക്ഷേ ഐ എം ജസ്റ്റ് ഗിവിങ് എ ഹൈ ലെവൽ വ്യൂ ഓഫ് ആ ഒരു എന്താണ് ദ ഫീലാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രൈറ്റൺ, ഇഫ് ദേ ആർ പ്ലേയിങ് ദ സെയിം വേ, I feel that will be a very interesting match. And I'm actually going for Brighton to win this game. So that's my predictions, for this week. There are so many other matches. There's Ipswich versus Man City at Etihad, which is Man City's home ground. I cannot see Ipswich getting past Man City. Man City is the machine. They will go again.
Chelsea is going to Molineux, I think. നമ്മളെ Wolvesന്റെ again Chelsea being Chelsea probably won't win. They'll need some more time and into the gut feeling. And yeah, that's pretty much about the match roundups. Next week onwards, I will try to include the fantasy one of the day. As I said, some people might like it, some may not like it, but let's take it with a pinch of salt. The English language joke. There is a new bra called Tottenham bra. It's full of support but no cups. I think you got it. All right, see you next week, guys. Have a good one. Enjoy your football or soccer.